മല്ലു ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കറ്റാലയ്ക്കു കീഴിലുള്ള ആദ്യ മത്സരം തന്നെ തകർപ്പൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് സൂപ്പർ കപ്പിന്റെ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ബ്ലാസ്റ്റേഴ്സ് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ 2-0 എന്നൊരു മാർജിനിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പഴയ ഫോർമേഷനിലാണ്, അതായത് ഇവാൻ ആശാന് കീഴിലുള്ള 4-4-2 എന്നൊരു ഫോർമേഷനുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കുകൾ ഒരുപാട് കാണാൻ സാധിച്ചു. ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ നോഹാ സദോരിയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ജീസസ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. പിന്നീട് നോഹാ സദോരിയുടെ തകർപ്പൻ ലോങ് റേഞ്ച് ഗോൾ. ഇതോടുകൂടി 2-0 എന്നൊരു മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ അനായാസം തകർത്തുകൊണ്ട് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിക്കൊണ്ട് സൂപ്പർ കപ്പിന്റെ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കി. ഇനി ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെയാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടേണ്ടി വരിക. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈസ്റ്റ് ബംഗാളും അവരുടെ മുഴുവൻ സ്ക്വാഡുമായിട്ടാണ് ഇന്ന് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സും ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ക്വാഡ് തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ വികാസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി ആരാധകരും പോലീസും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ ഇടയ്ക്കിടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയ സച്ചിൻ സുരേഷ് ഇന്ന് അദ്ദേഹം 100% ബോഡി ഫിറ്റ് അല്ലാതെയാണ് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ 11-ൽ ഗോൾ കീപ്പർമാരുടെ ലഭ്യതക്കുറവ് മൂലമാണ് ഇത്തരത്തിൽ സച്ചിനെ റിസ്ക് എടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്തതായിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെയുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടി വരിക. അതെല്ലാം വിജയിച്ചുകൊണ്ട് സൂപ്പർ കപ്പിൽ ഇനിയും മുന്നോട്ട് പോകാൻ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.